ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ നമുക്ക് കാണാം. ക്രൂരതയ്ക്കിരയായ ബിന്ദുവിന്റെ വീട്ടിലെത്തി ബിന്ദുവിനെ കാണുകയാണ് KPCC അധ്യക്ഷൻ. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയായ ബിന്ദു 20 മണിക്കൂർ കസ്റ്റഡിയിൽ. മാനസിക പീഡനത്തിന് ഇരയായ സംഭവത്തിൽ ബിന്ദുവിനൊപ്പം നിൽക്കുകയാണ് എല്ലാവരും. റിപ്പോർട്ടറാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത്. അക്കാര്യത്തിൽ ഇപ്പോൾ നടപടികൾ ഉണ്ടാകുന്നു. KPCCയുടെ ഇടപെടലുണ്ടാകുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ബിന്ദുവിന്റെ വീട്ടിൽ. ഇക്കാര്യത്തിൽ തിരുവനന്തപുരം കമ്മീഷണർ അടക്കം ആഭ്യന്തര അന്വേഷണത്തിന് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. 3 ദിവസം മാത്രം ജോലിക്ക് നിന്ന ഇടത്ത് മാല കട്ടെന്ന് പറഞ്ഞ് വീട്ടുടമസ്ഥ പരാതി നൽകുന്നു. ആ മാല കിട്ടിയിട്ടും ബിന്ദുവിനെ വിട്ടയക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. പേരൂർക്കട പോലീസ് ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് ബിന്ദു പറയുന്നത്. ബിന്ദുവിനെ കാണാൻ KPCC അധ്യക്ഷൻ എത്തിയിരിക്കുന്നു. ബിന്ദുവിന്റെ വീട്ടിൽ ഈ വാർത്ത ആദ്യമായി പുറം ലോകത്തേക്ക് കൊണ്ടുവന്ന റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. റിനു ശ്രീധർ, ബിന്ദുവിന് എല്ലായിടത്തു നിന്നും പിന്തുണയേറുകയാണ്. റിനു ആണ് ബിന്ദുവിന്റെ വിഷമം ആദ്യമായി പുറത്തേക്ക് കൊണ്ടുവന്നത്. KPCC അധ്യക്ഷൻ ഇപ്പോഴെത്തി ബിന്ദുവിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയല്ലേ? തീർച്ചയായും സുജി, അല്പസമയം മുമ്പാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ബിന്ദുവിൻ്റെ ആനാടുള്ള വീട്ടിൽ എത്തിയത്. പനയമുട്ടത്തെ വീട്ടിലെത്തി ഇപ്പോൾ പ്രവർത്തകർക്കൊപ്പം ബിന്ദുവിനോട് സംസാരിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള പിന്തുണയും ഇവർക്ക് നൽകുന്നുണ്ട് KPCC അധ്യക്ഷൻ. അല്പസമയം മുമ്പാണ് എത്തിയത്. നമുക്കറിയാം, ഈ വാർത്ത നൽകിയതിനു ശേഷം സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ബിന്ദുവിന് ഉണ്ടാകുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് നമ്മൾ വാർത്ത നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും പരാതി നൽകിയിട്ടൊരു നീതി കിട്ടാത്ത അവസ്ഥയായിരുന്നു സാധാരണ വീട്ടമ്മയായിട്ടുള്ള ദളിത് യുവതിയായിട്ടുള്ള ബിന്ദു. ഇപ്പോൾ ബിന്ദുവിന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ബിന്ദുവിന് ജോലി ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടുവേലയ്ക്ക് ആരും നിർത്തുന്നില്ല. ഈ ഒരു പരാതി കൂടി അല്ലെങ്കിൽ ഈ ഒരു കേസ് കൂടി വന്നതിന് ശേഷം വീട്ടുജോലിക്ക് പോലും ആരും നിർത്താത്തൊരു സാഹചര്യമാണ്. ആ ഒരു പരാതി മാത്രമാണ് നിലവിൽ, അല്ലെങ്കിൽ ഒരു പരിഭവം കൂടി ഉണ്ട് ബിന്ദുവിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ ഒരു കുടുംബത്തിലെ വീട്ടമ്മയാണ്, കൂലിവേല ചെയ്താണ് 2 പെൺമക്കളെ അടക്കം പോറ്റുന്നതും. അത്തരം ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. എന്തായാലും നിലവിൽ DGP അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് സേനയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആരോപണവിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും നിലവിൽ എടുത്തിട്ടില്ല. ഈ ഒരു സംഭവം നടക്കുന്നത് കഴിഞ്ഞ 23-ാം തീയതിയാണ്. ഒരു മാസം ആകുന്നു. പരാതി നൽകിയിട്ട് പോലും ഏകദേശം 20 ദിവസത്തോളമാകുന്നു. എന്നിട്ടും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു തരത്തിലുള്ള ഒരു നടപടിയും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കണ്ടോൺമെൻറ് ACP അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിനാണ് അന്വേഷണ ചുമതല. നിലവിൽ ബിന്ദുവിൻ്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. SC/ST കമ്മീഷനും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നീതിയും ലഭിച്ചിട്ടില്ല. നീതി ലഭിക്കുന്നതുവരെ പോരാടും എന്ന് തന്നെയാണ് ബിന്ദു രാവിലെ മുതൽ നമ്മളോടും പറയുന്നത്. ഇതിനിടെയാണ് KPCC അധ്യക്ഷൻ ഇപ്പോൾ ഇവിടെ എത്തി ബിന്ദുവിൻ്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്തായാലും മാനനഷ്ട കേസ് ഉൾപ്പെടെ ഈ വീട്ടുകാർക്കെതിരെ, അതായത് ഈ പരാതി നൽകിയ വീട്ടുകാർക്കെതിരെ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ഇവർ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്ക് കൂടി പോകാനാണ് ഇപ്പോൾ വീട്ടമ്മയുടെ തീരുമാനം. സുജയ, ഓക്കെ, നമ്മൾ ഈ പോരാട്ടത്തിൽ ബിന്ദുവിനൊപ്പം തന്നെയുണ്ട്. ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ബിന്ദുവിനെ ആനാടുള്ള ബിന്ദുവിന്റെ വീട്ടിലെത്തി കാണുകയാണ്. ബിന്ദുവിന് പിന്തുണ നൽകുകയാണ് പൂർണ്ണമായും കോൺഗ്രസ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് സ്ത്രീക്ക് പോലീസിന്റെ മാനസിക പീഡനം ഉണ്ടായ വാർത്ത, അതിനുശേഷം വലിയ രീതിയിലുള്ളതാണ്. ആ ഒറ്റപ്പെടലുകൾക്കൊക്കെ ഇപ്പോൾ അവസാനമാവുകയാണ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിൽ റിപ്പോർട്ടർ എന്ന മാധ്യമ സ്ഥാപനത്തിനും അഭിമാനമുണ്ട്. റിനു ശ്രീധർ, ബിന്ദുവിൻ്റെ സങ്കടം അത് ലോകമറിഞ്ഞത് നമ്മളിലൂടെയാണ്. ഇപ്പോൾ ബിന്ദുവിന് എല്ലാവരും പിന്തുണ അറിയിക്കുകയാണ്. ബിന്ദുവിന് ഇനി വേണ്ടത് ഒരു ജോലിയാണ്. അതിനുള്ള ഒരു വാഗ്ദാനം സണ്ണി ജോസഫിൽ നിന്നുണ്ടാകുമോ? തീർച്ചയായും അത്തരമൊരു വാഗ്ദാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണ കൂടി ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട് ബിന്ദുവിനെ കാണാൻ വേണ്ടി. ഇങ്ങനെ നാനാഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. നമ്മുടെ വാർത്തയെ തുടർന്നാണ് DGP പോലും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. തുടർന്നാണ് കണ്ടോൺമെൻറ് ACP സ്റ്റുവർട്ട് കില്ലർ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുകയും ചെയ്യുന്നത്. SIയുടെ, അതായത് ഈ ആരോപണ വിധേയനായിട്ടുള്ള പ്രസന്നൻ എന്ന് പറയുന്ന പോലീസുകാരൻ്റെയും ഒപ്പം SI പ്രസാദിൻ്റെയും മൊഴി കണ്ടോൺമെൻറ് ACPയുടെ നേതൃത്വത്തിൽ ഇന്ന് രേഖപ്പെടുത്തും എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 15 ദിവസത്തിനകം തന്നെ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തുടർന്ന് 2 ദിവസത്തിനകം തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ ഒരു ഇടപെടൽ നമുക്ക് നടത്താനായി എന്നുള്ളതാണ്. ഇനിയും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ആ നീതി ലഭിക്കുന്നതുവരെ ബിന്ദുവിനൊപ്പം നിന്ന് നമ്മൾ റിപ്പോർട്ടർ TV പോരാടും. ആദ്യഘട്ടത്തിൽ ഈ വാർത്ത
നൽകുന്ന സാഹചര്യത്തിലും ആ ഒരു ഉറപ്പ് നമ്മൾ ഇവർക്ക് കൊടുത്തിരുന്നു. അതിന് ആ ഒരു ഉറപ്പ് പാലിക്കാൻ നമുക്ക് ഇനി അധിക ദൂരം സഞ്ചരിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. കാരണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയും അധികം ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ സ്ത്രീ കടന്നുപോയത്. കാരണം കഴിഞ്ഞ 23-ാം തീയതി വൈകുന്നേരം വീട്ടുജോലി കഴിഞ്ഞ് പേരൂർക്കട ബസ് സ്റ്റോപ്പിൽ ഇവർ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ വിളിച്ചിട്ട് സ്റ്റേഷനിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നത്. തുടർന്ന് എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടുകാർ അതായത് ഈ 3 ദിവസം ജോലിക്ക് നിന്ന് ഈ പരാതിക്കാരായിട്ടുള്ള വീട്ടുകാർ പറഞ്ഞത് 3 ദിവസത്തെ ജോലിയുടെ കാശ് നൽകാനാണ് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു പറ്റിച്ച് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം ഈ സാധാരണക്കാരിയായിട്ടുള്ള ഈ വീട്ടമ്മയ്ക്ക് വീട്ടിൽ അറിയിക്കാൻ പോലും, കാരണം താൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് വീട്ടിൽ അറിയിക്കാൻ പോലും അനുമതി നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭക്ഷണം നൽകിയില്ല, വെള്ളം നൽകിയില്ല. വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ബാത്റൂമിൽ നിന്ന് എടുത്ത് കുടിക്കാൻ ഒരു പോലീസുകാരൻ പറഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിലൊരു മാനസിക പരിഗണന പോലും നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോലീസിൽ നിന്ന് കൊടും ക്രൂരത, അതായത് വിവസ്ത്രയാക്കി പലതവണ പരിശോധന നടത്തി ഭീഷണിപ്പെടുത്തി തൻ്റെ മക്കളെയും 2 പെൺകുട്ടികളാണ് പ്രായപൂർത്തി, ആ മക്കളെയും അതുപോലെ തന്നെ ഭർത്താവിനെയും കള്ളക്കേസിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ വീട്ടമ്മയെ, അതായത് ഈ ബിന്ദുവിനെ വാഹനത്തിൽ കയറ്റി ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു പരിശോധന നടത്താൻ. അപ്പോഴാണ് വീട്ടുകാർ പോലും അറിയുന്നത് സ്റ്റേഷനിലായിരുന്നു എന്നുള്ളത്. ആ പരിശോധന നടത്തിയിട്ടും ഒന്നും ലഭിച്ചില്ല. തുടർന്ന് കൊണ്ടുപോവുകയും ഈ ബിന്ദുവിനെ ഈ പോലീസ് സ്റ്റേഷനിലകത്ത് നിർത്തി കൊടിയ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. കേട്ടാൽ അറയ്ക്കുന്ന തെറിയഭിഷേകമാണ് പോലീസ് നടത്തിയത് എന്നുള്ളതാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ന്യായവും ഇല്ല എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്നത്. എന്തായാലും അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മാല ആ വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചു എന്നുള്ളതാണ്. ആ വീട്ടിൽ നിന്ന് മാല ലഭിക്കുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇവർ പറയുന്നുണ്ട് മാല ലഭിച്ചു എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിനെ വിട്ടയക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, FIR ഇതുവരെയും ക്യാൻസൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ബിന്ദു നിയമപരമായിട്ട് ഈ മോഷണക്കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ മാല ലഭിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പോലീസുകാർ പറയുന്നൊരു വാചകമുണ്ട് ബിന്ദുവിനോട്, ഇനി മേലിൽ പേരൂർക്കട ഏരിയയിൽ കണ്ടുപോകരുത്, നീ ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളണം എന്നുള്ളൊരു ഭീഷണി സ്വരമാണ് പോലീസ് മുഴക്കിയത് എന്നുള്ളതാണ് ഈ ബിന്ദു നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അത്രയും ധാർഷ്ട്യത്തോടു കൂടി ഈ കാക്കിധാരികൾ സംസാരിച്ചത് എന്തിന് എന്നുള്ളതാണ് പൊതുസമൂഹം ഒരുമിച്ച് ചോദിക്കുന്നത്. സുജയ, ഇപ്പോൾ ബിന്ദുവിന് പിന്തുണയുമായി നമുക്ക് ബിന്ദു കൃഷ്ണയും അവിടെ കാണാം. ഇപ്പോൾ ഒരു ജോലി ഉണ്ടായെന്ന ഒരു മറുപടി ഏറ്റെടുക്കും നേരിടുന്നതിലൂടെ മനസ്സിലാക്കി. സുജയ, ഈ കുടുംബത്തിന് എല്ലാ രീതിയിലുള്ള പിന്തുണ ഇപ്പോൾ നൽകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതാണ് ഇപ്പോൾ ബിന്ദുവിന് ഈ സംശേഷം ഏജൻസി വീട്ടുകൊണ്ടിരുന്നത്. ആ ഏജൻസി അറിയിപ്പ് കൊടുത്തു, പോകാൻ കഴിയുന്നില്ല, ജോലി കഴിയുന്നില്ല, മറ്റ് ഒന്നും അറിയത്തില്ല എന്നുള്ളതും ബിന്ദു പങ്കുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മളോട് നമുക്ക് അതിൽ ഇല്ലാത്ത മോഷണക്കേസിന്റെ പേരിലാണ് ദളിത് യുവതിയായ ബിന്ദു ക്രൂരപീഡനത്തിന്, മാനസിക പീഡനത്തിന് ഇരയാകേണ്ടി വന്നത്. വെള്ളം പോലും കൊടുക്കാതെ പേരൂർക്കട സ്റ്റേഷനിൽ തന്നോട് കാട്ടിയ അനീതിയെക്കുറിച്ച് ബിന്ദു ആദ്യം സംസാരിച്ചത് റിപ്പോർട്ടറിനോടാണ്. ഇപ്പോൾ ഇക്കാര്യത്തിൽ പൊതുജനം മുഴുവൻ ബിന്ദുവിനൊപ്പം നിൽക്കുകയാണ്. KPCC അധ്യക്ഷൻ ുള്ള ബിന്ദുവിനെ കണ്ടു. ബിന്ദുവിന്റെ മുഖത്തിപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ആയി വരുന്നുണ്ട്. കണ്ണീരണിഞ്ഞ മുഖവുമായാണ് ബിന്ദുവിനെ നമ്മൾ ആദ്യം കാണുന്നത്. ബിന്ദുവിന് നീതി ഉറപ്പ് പ്രതീക്ഷയോടെയാണ്. ഒപ്പം തന്നെ ആവശ്യം ഇനി ഒരു പോലീസ് സ്റ്റേഷൻ പേരിൽ ഉണ്ണിയൊക്കെ നഷ്ടപ്പെട്ട് സ്വന്തം കുടുംബത്തിനൊരവസ്ഥ കടന്നു പോകുന്നത്. ഒപ്പം തന്നെ ബിന്ദുവിന്റെ മേൽ കൃത്യമായ നടപടിയും ഉണ്ടാകും ബിന്ദുവിന്റെ ആവശ്യം പ്രതിന്റെ ഭാഗത്ത് അധ്യക്ഷന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്.